ഇപ്പൊ ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ എന്തുവാണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഒരു കമ്പനിയിലെ സെയിൽസ് റെപ്പായിട്ടാണ്. എപ്പോ വിളിച്ചാലും താങ്കൾ ബിസി ഇന്റർവ്യൂ ഇട്ടോളാം 2 വർഷം കൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് ജോലി ലീവ് കിട്ടത്തില്ല. അല്ല, അപ്പൊ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാരും പറയും പോലെ ഈ എന്തെങ്കിലും ആരുടെയും കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് കൊണയടിച്ച് ഒരു ജോലിക്കും പോകാണ്ട് അച്ഛന്റെ അമ്മേന്റെ ചെലവ് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നല്ല. അപ്പൊ ആക്ച്വലി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എന്റെ 20ാമത്തെ വയസ്സോട്ട് ജോലിക്ക് ഇറങ്ങിയാണ്. എനിക്ക് ജോലിക്ക് പോകാണ്ടിരിക്കണേ ഭയങ്കര മടുപ്പാണ്. ലൈക്ക് നമ്മൾ അങ്ങനെ പോയി ശീലിച്ചതുകൊണ്ടായിരിക്കും, വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ റീസെന്റ് എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. കാരണം ഈ ഫെയിം ആയതുകൊണ്ടാണ്. ലൈക്ക് ഞാൻ സെയിൽസ് റെപ്പാണ്. അപ്പൊ ഫീൽഡ് വർക്ക് ആകുമ്പോൾ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങനെ അങ്ങനെയല്ല, വലിയ ഫാൻസ് ഒന്നും അല്ല, പക്ഷേ നമ്മളെ മെയിനുള്ള സാറുമാരൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ വർക്കിനെ അത് ബാധിക്കും. അങ്ങനെ ചെറിയ ടോക്കൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ അത് സ്വന്തമായിട്ട് ഇറങ്ങി. വലിയ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയല്ല, സ്വന്തമായിട്ട് ഒരു ബിസിനസ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലൊരു ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ട്. കാരണം എന്റെ ലൈഫിൽ എനിക്കൊരു ഹോപ്പ് തന്നൊരു സംഭവം ഈ ഒരു വഴിയാണ്. ഒരു സമയത്ത് നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നപ്പം ഒരു പ്രതീക്ഷകൾ തന്നു. അപ്പൊ അതൊരിക്കലും ഞാൻ വിട്ടുകളയില്ല. ഇനി എന്തെങ്കിലും സംഭവത്തിൽ നിർത്തേണ്ടി വന്ന് എനിക്കറിയില്ല.